എല്ലാവർക്കും നമസ്കാരം. ഷാജിയുമായി റിലേറ്റഡ് ഞാൻ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് എന്നെ ഒരു വ്യക്തി കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വ്യക്തി ഈ പറയുന്ന ഷാജിദ ഇപ്പൊ റീസെന്റ് കല്യാണം കഴിച്ചിട്ടുള്ള വ്യക്തിയുടെ കൂട്ടുകാരൻ, സുഹൃത്ത് പറഞ്ഞിട്ടാണ് എന്നെ കോൺടാക്ട് ചെയ്തത്. എന്നിട്ട് അദ്ദേഹം കുറച്ചധികം കാര്യങ്ങൾ എന്നോട് സംസാരിച്ചു. പക്ഷെ പേരും കാര്യങ്ങളൊന്നും എന്നോടും റിവീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനതൊരു കണ്ടന്റ് ആക്കാനോ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനായിട്ട് വന്നില്ല. പക്ഷെ അദ്ദേഹം കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ആ കാര്യങ്ങൾ ഒന്നും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജെനുവിറ്റി ഉണ്ടോ ഇല്ലയെന്ന് എനിക്ക് തീർച്ചപ്പെടുത്താനായിട്ടുള്ള ഒരു എവിഡൻസോ കാര്യങ്ങളോ ഇല്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ ഷാജിദ ഇപ്പൊ കല്യാണം കഴിച്ചിട്ടുള്ള ആ പയ്യന്റെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ആ വ്യക്തി ഒരു അക്കൗണ്ട് എനിക്ക് ഫോർവേഡ് തന്നിട്ടുണ്ട്. ആ പയ്യന്റെ റീസെന്റ് ഉള്ള അക്കൗണ്ടാണ്. ഞാൻ ഇവിടെ ആ സ്ക്രീൻഷോട്ട് കൊടുക്കാം. 6906 ഫോളോവേഴ്സ് ഇങ്ങോട്ടുണ്ട്, അങ്ങോട്ട് 3119 ഫോളോയിങ്ങും ചെയ്യുന്നുണ്ട്. പക്ഷെ നിലവിൽ ആ അക്കൗണ്ട് ആക്റ്റീവ് അല്ല. ഒരു പോസ്റ്റും കാര്യങ്ങളില്ല. എല്ലാ പോസ്റ്റും ഡിലീറ്റ് ചെയ്തിട്ട് ആക്റ്റീവ് അല്ലാത്ത ഒരു അക്കൗണ്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ പറയുന്ന വ്യക്തിയുടെ സുഹൃത്ത് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ കോൺടാക്ട് ചെയ്തത്. ഇതിൽ എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സൂചിപ്പിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷേ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ റീസൺ, മറ്റൊരു കമന്റ് അനീഷ് എന്ന് പറയുന്ന ബ്രോ എടുത്തു വെച്ച് റിയാക്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ കമന്റുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ മെയിൻ റീസൺ. നമുക്ക് എന്തായാലും അതൊന്ന് വായിക്കാം. ആദ്യം ഹണി ട്രാപ്പ് അങ്ങനത്തെ ഒരു ടോപ്പിക്കിലോട്ടാണ് ഈ വിഷയം പോകുന്നത്. അവന്റെ പേര് ഷറഫലി. UAE മൊബൈൽ ഷോപ്പ് സ്വന്തമായി ഉണ്ട്. അവൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയുമായി 2 വീട്ടുകാർ തമ്മിൽ വാക്ക് പറഞ്ഞ് കല്യാണം ഉറപ്പിച്ചു, മോതിരമിട്ടു. എന്നിട്ട് അവൻ ഗൾഫിലേക്ക് പോയി. 1 വർഷം കഴിഞ്ഞ് കല്യാണമായിരുന്നു. ആ വരവ് വന്നിട്ടാണ് ഈ പെണ്ണ് അവനെ കൊണ്ടുപോയി രജിസ്റ്റർ മാരേജ് ചെയ്തത്. അവന്റെ വീട്ടുകാരോ നാട്ടുകാരോ ഒന്നും ഇത് അറിഞ്ഞിട്ടില്ല. ഇവൾ ആ 3 ഷോർട്ട് വീഡിയോ മൈ ലവ് പറഞ്ഞ് ഇട്ടപ്പോൾ അത് അവന്റെ ഫ്രണ്ട്സിന് ആരോ അയച്ചു കൊടുത്തു. അങ്ങനെ വീട്ടുകാർ അറിഞ്ഞു. അവന് ഉപ്പ ഉമ്മ എല്ലാം ഉണ്ട്. മിഡിൽ ക്ലാസ് ഫാമിലി, അന്തസ്സുള്ള ഫാമിലി. ഈ കാര്യം അറിഞ്ഞ പെണ്ണിന്റെ വീട്ടുകാർ കല്യാണത്തിൽ നിന്നും പിന്മാറി. അവൻ അപ്പോൾ തന്നെ ഗൾഫിലേക്ക് മുങ്ങി. പിന്നെ ഈ മൂദേവി പറയുന്നുണ്ടല്ലോ നിക്കാഹ് അവന്റെ നാട്ടിൽ വേറെ പള്ളിയിൽ വച്ച് കഴിഞ്ഞെന്ന്. അല്ല, ഇവൾ അവനെയും കൂട്ടി വയനാട് പോയി. അവന്റെ കൂടെ അവന്റെ 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് രജിസ്റ്റർ മാരേജ് ചെയ്തത്. എന്നിട്ട് വയനാട് റിസോർട്ടിൽ താമസിച്ചു. ഈ മൂദേവി പറയുന്നുണ്ട് ഡിസംബർ 1 ആണ് നിക്കാഹ് കഴിഞ്ഞതെന്ന്. അല്ല, നവംബർ 22 കഴിഞ്ഞത്. എന്നിട്ട് വയനാടുള്ള റീൽസ് ഈ സ്ത്രീ യൂട്യൂബിൽ ഇട്ടപ്പോൾ അവന്റെ നാട്ടിൽ അറിഞ്ഞപ്പോൾ അവൻ നവംബറിൽ തന്നെ ഗൾഫിലേക്ക് മുങ്ങി. ഇവൾ പഠിച്ച കള്ളിയാണ്. ഇപ്പോൾ ലോക്കറ്റ് പറഞ്ഞു കാണിക്കുന്നത് അവൻ കൊടുത്തത് അല്ല, അവനെ ഇതിൽ പെടുത്തിയതാണ്. സോഷ്യൽ മീഡിയയിൽ സജീവമായി ഉണ്ടായിരുന്ന അവൻ ഇപ്പോൾ നാണക്കേട് കൊണ്ട് പേരൊക്കെ മാറ്റി ഒരു തരം ഒളിച്ചിരിക്കുന്നത് പോലെയാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു കമന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതിനെ തുടർന്ന് ഞാനും ഇതൊന്ന് ഇരുന്നൊന്ന് അന്വേഷിച്ചപ്പോൾ എനിക്ക് ആ ഒരു ചാറ്റുമായിട്ട് പെട്ടെന്ന് കണക്ട് ആയി. കാരണം ഈ ചാറ്റിൽ പറയുന്ന അതേ കാര്യങ്ങൾ എന്നോടും ഒരു വ്യക്തി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇവന്റെ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോർവേഡ് ചെയ്ത് തന്നു. ആ അക്കൗണ്ടാണ് ഞാൻ ആദ്യം കൊടുത്തത്. ഞാൻ ഒന്നുകൂടി സൈഡിലൂടെ കൊടുക്കാം. ഈ അക്കൗണ്ട് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് കിളി പറഞ്ഞിരിക്കുകയാണ്. ദൈവമേ, കമന്റിൽ പറഞ്ഞ കാര്യം ഉള്ള കാര്യമാണ് എന്നുള്ള രീതി പെട്ടെന്ന് കണക്ട് ചെയ്തു. ഇതിപ്പോ പറഞ്ഞു വരുന്നത് ഒരു ഹണി ട്രാപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിഷയവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇതിപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പയ്യൻ പെട്ടുപോയി എന്നാണ് ഇപ്പോൾ നിലവിൽ ഈ കമന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നോട് സംസാരിച്ച ഈ വ്യക്തിയുടെ സുഹൃത്ത് അടക്കം എൻ്റെ അടുത്ത് പറഞ്ഞതും ഇവൻ പെട്ടുപോയതാണ്, അവൻ ഒരു പാവം പയ്യൻ എന്നുള്ള രീതിയിലൊക്കെയാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. എനിക്ക് 1-2 ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ അതൊന്നും കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, പ്രൈവസി കാര്യങ്ങളാണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു സംസാരം കാര്യങ്ങളൊക്കെ എന്നോട് ഒരു വ്യക്തി സംസാരിക്കുകയുണ്ടായി. അപ്പൊ ഞാൻ അത് ആലോചിക്കുമായിരുന്നു, ഇതെന്തുവാ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഒന്ന് പറയുന്നത്, അവൻ പെട്ടുപോയതാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഷാജിദ ഇവിടെ വേറൊരു രീതിയിൽ പറയുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും വിഷയമുണ്ടോ എന്നുള്ളൊരു കാര്യമൊക്കെ ഞാൻ ചിന്തിച്ചു. അപ്പോഴാണ് റീസെന്റ് ഇങ്ങനത്തെ ഒരു കമന്റ് കുത്തിപ്പൊങ്ങി അതുമായി ബന്ധപ്പെട്ട ചർച്ചയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഞാൻ കണ്ടത്. അപ്പൊ പെട്ടെന്ന് എനിക്കിത് കണ്ടപ്പോൾ തന്നെ എനിക്ക് അതും കൂടി പറഞ്ഞു പോകണമെന്ന് തോന്നി. നമ്മളിപ്പം ഒരു ടോപ്പിക് എടുത്ത് സംസാരിക്കുമ്പോൾ നമ്മളടുത്ത് ഒരാൾ വന്നിട്ട് ജെന്യൂൻ അക്കൗണ്ടിൽ നിന്ന് വന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ട്രസ്റ്റബിൾ ആവും. പക്ഷേ അദ്ദേഹത്തിന്റെ ഫേസോ കാര്യങ്ങളോ കാണിക്കാനോ സംസാരിക്കാനോ താല്പര്യമില്ല. ഞാൻ പറയുന്നത് വീഡിയോയിൽ വന്ന് സംസാരിക്കണമെന്നല്ല, ജസ്റ്റ് എന്നോട് സംസാരിക്കുമെങ്കിലും ഒറിജിനൽ അക്കൗണ്ടിൽ നിന്ന് സംസാരിക്കുക. ഞാൻ ഒരിക്കലും നിങ്ങളുടെ കൺസെന്റ് ഇല്ലാണ്ട് ഞാൻ നിങ്ങളുടെ അക്കൗണ്ടോ കാര്യങ്ങളോ ഒന്നും എടുത്ത് പബ്ലിക് ആക്കത്തില്ല, അങ്ങനെ ചെയ്യത്തുമില്ല. നിങ്ങളൊരു കാര്യം പറയാനോ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വരുമ്പോൾ ജസ്റ്റ് നിങ്ങളുടെ ഒറിജിനൽ അക്കൗണ്ടിൽ നിന്ന് തന്നെ വന്ന് എന്നോടായാലും ആരോടായാലും സംസാരിക്കാൻ നിൽക്കുക. ഏത് ഈ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന വ്യക്തികളെടുത്ത്. ഇനി എല്ലാവരും അങ്ങനെ നിങ്ങളെ ചിലപ്പോൾ എടുത്ത് വെച്ച് ചെയ്യണമെന്നില്ല. ചിലവരൊക്കെ ചിലപ്പോൾ കണ്ടന്റിന് വേണ്ടിയിട്ടും കാണിക്കും, അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എങ്കിലും എന്നോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ച് സംസാരിക്കാം. നിങ്ങൾ പറയണമെന്ന് പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയും, പറയണ്ട എന്ന് പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയത്തില്ല. അറ്റ്ലീസ്റ്റ് ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വരാണ്ട് ജെന്യൂൻ അക്കൗണ്ടിൽ നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും.
പ്രത്യേകിച്ച് അതൊരു ഫേക്ക് ആളോ അല്ലെങ്കിൽ ചുമ്മാ ഷാജിദ് ചെളിവാരി അടിക്കാനോ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ച ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഒന്നും ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ തന്നെ അത്യാവശ്യം നമുക്ക് കാര്യങ്ങൾ അറിയാം. എന്നാൽ അതിനുശേഷം ആ അക്കൗണ്ട് എന്നെ ബ്ലോക്ക് ചെയ്തിട്ടാണ് പോയത്. എന്തായാലും വോട്ടവർ അതങ്ങനെ നിൽക്കട്ടെ. പക്ഷെ ഷാജിദിലോട്ട് വരികയാണെങ്കിൽ ഷാജിദ് റീസെന്റ് കുറച്ച് കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്തങ്ങ് വാരി വിളമ്പുകയായിരുന്നു. ഞങ്ങൾ പ്രായം കുറഞ്ഞ പയ്യനെ കെട്ടിയാൽ എന്താ, ഞങ്ങൾ ആന്റി വെറിയന്മാരാണ്, ഞങ്ങൾ പ്രായം കുറഞ്ഞ മറ്റേ കസിന് മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ വാരി വിളമ്പിയ ഷാജിദയുടെ അടുത്താണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്ത് കൂട്ടിക്കുക, മറ്റുള്ളവരെ മൊത്തത്ത് ജനറലൈസ് ചെയ്ത് പറയാതിരിക്കുക. ഓക്കെ, ഇനി ഷാജിദ ഈ പയ്യനെ പെടുത്തിയതാണ് അവൻ പെട്ടുപോയതെന്നുള്ള രീതിയിലുള്ള ടോക്ക് വരുന്നത്. കാരണം ഈ പയ്യൻ മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നെന്നും അവളുമായിട്ട് കല്യാണം ഉറപ്പിച്ചു വെച്ചിരുന്ന ഒരു സമയത്താണ് ഷാജിദയുമായിട്ട് ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടായി അവൻ പെടുന്നതെന്നാണ് ഈ പയ്യന്റെ സുഹൃത്തടക്കം എന്നോട് സംസാരിച്ചത്. എന്തായാലും നിലവിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരുന്ന അവൻ ഇപ്പോൾ ഇല്ല. സോഷ്യൽ മീഡിയ അക്കൗണ്ട് എല്ലാം ബ്ലോക്ക് ചെയ്തും അങ്ങനത്തെ ആ ഒരു സെറ്റപ്പാണ്, എല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുള്ള സെറ്റപ്പാണ്. അവന്റെ ആ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൊടുത്ത സമയത്തും 6000 ഫോളോവേഴ്സ് ഇങ്ങോട്ട് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു, അത്യാവശ്യം ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ അക്കൗണ്ടിൽ ഒരു പ്രൊഫൈലില്ല, പേരില്ല, ഒരു ഫോട്ടോ ഇല്ല, ഒന്നുമില്ല. എന്തിനിങ്ങനെ പേടിച്ചോടിച്ചോടി? എനിക്ക് ചോദിക്കാനുള്ളതാണ്, ഈ പയ്യൻ ജനുവനായിട്ട് ഷാജിദയെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണെങ്കിൽ എന്തുകൊണ്ട് അവൻ സമൂഹത്തിൽ നിന്നും ഓടി മറയുന്നു, ഓടി ഒളിക്കുന്നു, സ്വന്തം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉൾപ്പെടെ ഡിലീറ്റ് ചെയ്തിട്ട് മുങ്ങുന്നു? അവിടെയാണ് എന്റെ ചോദ്യം ഇങ്ങനെ ചോദ്യചിഹ്നമായിട്ട് കിടക്കുന്നത്. ഷാജിദ് ഓക്കെ, അവൻ സ്നേഹിച്ചു, പ്രായം നോക്കേണ്ട കാര്യമില്ല, അവൻ സ്നേഹിച്ചു, അവന്റെ ഇഷ്ടത്തിന് അവൻ കല്യാണം കഴിച്ചു. അങ്ങനെയാണെങ്കിൽ എന്തിനവൻ ഓടി ഒളിക്കുന്നു ഈ സമൂഹത്തിൽ നിന്ന്? പ്രത്യേകിച്ച് യൂട്യൂബർ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ് ഷാജിദ. ആ ഷാജിദയെ കെട്ടിയിട്ട് ഇങ്ങനെ ഒളിച്ചും മറഞ്ഞ് നടക്കാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവൻ അങ്ങനെ ഒളിച്ചും പാത്തും നടക്കുന്നു? എന്താണ് അതിന്റെ റീസൺ? ജനുവനായിട്ടുള്ളതിന്റെ ചോദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ പയ്യൻ എന്തുകൊണ്ട് അവന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉൾപ്പെടെ ഫുൾ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് മുങ്ങി? അവിടെയാണ് എന്റെ ചോദ്യം കിടക്കുന്നത്. അവിടെയാണ് എൻ്റെ ഒരു ജെന്യൂൻ ക്വസ്റ്റ്യൻ കിടക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്ക്. നമ്മൾ ഏതൊരു പെണ്ണിനെ ആയിക്കോട്ടെ, അത് കല്യാണം കഴിഞ്ഞ പെണ്ണാവാം, കഴിയാത്ത പെണ്ണാവാം, ഏതൊരു പെണ്ണിനാ പ്രായത്തിൽ കൂടുതലായാലും ആരായാലും നമ്മൾ ഒരു കല്യാണം കഴിച്ചു. ഞാൻ എൻ്റെ എക്സാമ്പിൾ എടുക്കാം. ഞാൻ ഒരു യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഒരു പ്രായം കൂടി ഒരു ലേഡിയെ കല്യാണം കഴിച്ചെന്ന് വെച്ചോ. എൻ്റെ ഇഷ്ടത്തിന് ഞാൻ കല്യാണം കഴിക്കുകയാണ്. ഞാൻ പ്രേമിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ കല്യാണം കഴിച്ചു. എൻ്റെ ഫസ്റ്റ് മാരേജ് ആയിരിക്കും, ചിലപ്പോൾ ആ പുള്ളിക്കാരിയുടെ ഒരു സെക്കൻഡ് മാരേജ്, തേർഡ് മാരേജോ ആയിരിക്കും. പക്ഷെ എൻ്റെ ഇഷ്ടം കൊണ്ട് ഞാൻ അവരെ കല്യാണം കഴിച്ചു. അങ്ങനെ കല്യാണം കഴിച്ചെങ്കിൽ അവർ യൂട്യൂബറാണ്, കുറച്ച് ഫെയിമായിട്ടുള്ള ആളെന്ന് വെക്കുക. ഞാൻ അങ്ങനെയൊന്നുമല്ല, സാധാരണ ഒന്നും അല്ലാത്ത ഒരു വ്യക്തിയാണ്. അങ്ങനെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കല്യാണം കഴിച്ചതിന് ശേഷം ആ വ്യക്തി യൂട്യൂബിൽ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടുമല്ലോ. എന്തായാലും അവർക്ക് അതിന് എക്സ്പ്ലനേഷൻ കാര്യങ്ങൾ നൽകേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഞാൻ എന്തുകൊണ്ട് ഞാൻ പേടിച്ച് പിന്മാറി നിൽക്കണം, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ വരാതിരിക്കണം, ഒളിച്ചും പാത്തും പതുങ്ങി എൻ്റെ ഉള്ള അക്കൗണ്ടും എല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ ഒളിച്ചിരിക്കണം? എനിക്ക് തക്കതായ രീതിയിൽ ഞാൻ ഇഷ്ടപ്പെട്ട് പ്രേമിച്ച് കല്യാണം കഴിച്ചെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഞാൻ ചെയ്യത്തില്ല. എൻ്റെ ഇഷ്ടത്തിന് ഞാൻ 10 ആൾ അറിയിക്കാനല്ലേ നോക്കൂ. 10 ആൾ അറിയട്ടെ എന്നല്ലേ ഞാൻ വിചാരിക്കത്തുള്ളൂ. പകരം ഞാൻ ഒളിച്ചും പാത്തും പതുങ്ങിയായിരിക്കും? ഇല്ല, ഒരിക്കലും ഇല്ല. പക്ഷെ ഇവിടെ ഈ പയ്യൻ എന്തുകൊണ്ട് ഒളിച്ചും പാത്തും പതുങ്ങി സ്വന്തം പ്രൊഫൈൽ അടക്കം ഡിലീറ്റ് ചെയ്തിട്ട് മുങ്ങി എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തായാലും ഇതിൽ എന്തെങ്കിലും ചതിയും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അത് തെളിയ തന്നെ ചെയ്യണം. എനിക്ക് എന്തൊക്കെയോ ഇവിടെ മിസ്റ്റേക്ക് തോന്നുന്നതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ പയ്യന് ഒരു കല്യാണം നിക്കാഹ് എല്ലാം സെറ്റായി ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. ആ പയ്യൻ പെട്ടുപോയതെന്ന് ആ പയ്യന്റെ ഒരു സുഹൃത്തടക്കം എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ റീസെന്റ് ഇങ്ങനെ ഒരു സംഭവം കുത്തിപ്പൊങ്ങി വന്നപ്പോൾ എനിക്ക് അതും കൂടി ഇവിടെ പറഞ്ഞു പോകണമെന്ന് തോന്നി. എന്തായാലും കൊള്ളാം, തക്കതായ എന്തൊക്കെയോ എവിടെയൊക്കെ ചീഞ്ഞ് നാറുന്നുണ്ട്. വരും ദിവസങ്ങളിൽ തെളിയുമായിരിക്കും, തെളിയട്ടെ. ആര് കള്ളം കാണിച്ചു കഴിഞ്ഞാലും ഒരു പ്ലാറ്റ്ഫോമിലും സമൂഹത്തിന്റെ മുന്നിലും പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല. ഷാജിദയുടെ ഭാഗത്താണ് ശരിയെങ്കിൽ അത് തെളിയട്ടെ. ഇനി ആ പയ്യന്റെ ഭാഗത്താണ് ശരിയെങ്കിൽ അത് തെളിയട്ടെ. ഇനി രണ്ടുപേരും ശരിയെങ്കിൽ അതും തെളിയട്ടെ. നമ്മളുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ അതും തെളിയട്ടെ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായി പ്രതീക്ഷിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ടാണ്.